ഹൈ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള PSC നടന്ന ടെക്നിക്കൽ പരീക്ഷകളൊക്കെ ഒന്ന് വൈൻഡപ്പായി നിൽക്കുന്ന സമയമാണ്. ഇനി നമുക്ക് മെക്കാനിക്കൽ വിങ്ങിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. അപ്പൊ അതുപോലെ തന്നെ SSC JEയും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യുന്ന പരീക്ഷയാണ് RRBJE. ഇപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, മോസ്റ്റ് അവൈറ്റിംഗ് നോട്ടിഫിക്കേഷൻ ആണ്. എന്നാൽ ഇതിന്റെ ഒരു സിലബസ് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ 2 സെക്ഷൻ ആയിട്ടാണ് നടത്തുക. CBT1 ആൻഡ് CBT2 എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ടാണ് നടത്തുക. ഇതിൽ കുറച്ചും കൂടെ, അതായത് നമുക്ക് നോർമലി നമ്മൾ നമ്മുടെ PSC എക്സാമുകളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെക്കാനിക്കലുകാരാണെങ്കിൽ അല്ലെങ്കിൽ സിവിലുകാരാണെങ്കിൽ ഇലക്ട്രോണിക്സ് അവരുടെ കോർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർ മാത്രം നോക്കിയാൽ പോരാ, ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ബാക്കി, അതായത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നോക്കി ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ, അതായത് നമ്മൾ നോർമലി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ടത്. സാധാരണഗതിയിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസ് ഒക്കെ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് സാധാരണ ഫോളോ ചെയ്യാറ്. എന്നാൽ ഇങ്ങനത്തെ ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ എനിവേ നമുക്ക് ഞാൻ ഈ RRBJEയുടെ CBT1 ആൻഡ് CBT2 എന്താണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ വളരെ ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ തന്നെ പോവാം. പ്രധാനമായിട്ട് CBT1 എക്സാം പാറ്റേണിൽ 4 ടോപ്പിക്കുകളാണ് വരുന്നത്. 100 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ് എന്ന് പറയുന്ന വളരെ ഒരു എന്താ പറയാ മെയിൻ ഹെഡിങ്ങുകൾ ഈ 4 മാർക്ക് ഡിസ്ട്രിബ്യൂഷനോടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഇനി CBT2 പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ്. അപ്പൊ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് പക്ക നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ ബാക്കി ഡെമോൺസ്ട്രേറ്റർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും ലെക്ചറൊക്കെ എഴുതില്ല, ആ ഒരു ടൈപ്പ് ഓഫ് സിലബസ് തന്നെയാണ് ടെക്നിക്കൽ എബിലിറ്റി സിലബസ് ആയിട്ട് വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ മെയിൻ കടമ്പ എന്ന് പറയുന്നത് എന്താണ്? CBT1 ക്രാക്ക് ചെയ്താലാണ് CBT2ലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് സിലബസ് ഫോർ മാത്തമാറ്റിക്സ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പം സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും മാത്സ് അറിയാം എന്ന ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ജനറൽ PSC എക്സാമിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് മാത്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഓവർ കോൺഫിഡന്റ് ആവരുത്. കാരണം നമ്മൾ ഇതിനായിട്ട് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു വിത്തിൻ ടൈം നമുക്ക്, കാരണം നമുക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വിത്തിൻ ടൈം നമുക്കിവിടെ സ്പീഡ് മാത്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആൽജിബ്ര ഉണ്ട്, പോളിനോമിയൽ ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്, ഫാക്ടർ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, റേഷ്യോ പ്രൊപ്പോർഷൻ ഉണ്ട്, പെർസെന്റേജ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ, ഏകദേശം ഒരു സബ് ഹെഡിങ്ങുകൾ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 32 സബ് ഹെഡിങ്ങുകൾ എന്തെങ്കിലും ഉണ്ടാവും സിലബസ് ഫോർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും എന്തല്ല നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നല്ല, വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവാം, ഇത് ഈസി ആയിട്ട് കിടക്കാം. പിന്നെ ബാക്കി പരീക്ഷകൾ പോലെ തന്നെ ഒരുപാട് കട്ട് ഓഫ് പ്രഡിക്ഷൻ ഉള്ള ഒരു പരീക്ഷയല്ല CBT1, കാരണം ഇതൊരു ഇനീഷ്യൽ ലെവൽ സ്ക്രീനിങ് ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ റെയിൽ ബഡ്ജറ്റ്, ജനറൽ അവയർനെസ് ഓഫ് റെയിൽവേ, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കറന്റ് ഇവന്റ്സ്, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ എക്കോണമി, ബാങ്കിങ്, സ്പോർട്സ്, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്, കൾച്ചർ ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി, കറന്റ് അഫയേഴ്സ്, എൻവറോൺമെന്റ് ഇഷ്യൂ കൺസേണിംഗ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു ഡീറ്റെയിൽ വേർഷൻസിൽ ജനറൽ അവയർനെസ്സിൽ വരിക. ഇനി നമുക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നതും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഏരിയാസ് ആണ്. കാരണം ഇവിടെ നമുക്ക് ഈ പിക്ചർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന അനലോഗി ക്വസ്റ്റ്യൻസ്, വിഷ്വൽ മെമ്മറി, ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ ഫിഗറൽ ക്ലാസിഫിക്കേഷൻസ്, അരിത്മെറ്റിക് റീസണിങ്സ്, സിമിലാരിറ്റീസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്. കാരണം നമ്മളിപ്പോ ഈ IBPS ഒക്കെ എഴുതിയവർക്ക് അറിയാം. അപ്പൊ ആ ഒരു മോഡോ സിലബസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ വന്ന് കണ്ടിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് CBSEയുടെ ഒരു 9-10 ക്ലാസ് സിലബസ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് ഈ റീസണിങ്ങിനും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിനും അഗർവാളിന്റെ ബുക്ക് അല്ലെങ്കിൽ RS അഗർവാളിന്റെ ബുക്ക് ഫോക്കസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ ജനറൽ നോളജ് ലുക്കാൻസ് പബ്ലിക്കേഷന്റെ ബുക്ക് നോക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു
ജനറൽ അവയർനെസ് അബൌട്ട് CBT1 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. CBT2 എന്ന് പറയുന്നത് കുറെ പോയിന്റ്, ഇപ്പൊ CBT1 ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കുറെ കാര്യങ്ങൾ ഇത് സിമിലർ ആണ്. പിന്നെയുള്ളത് നമുക്ക് ടെക്നിക്കൽ ആണ്. ടെക്നിക്കൽ സൈഡ് നമുക്ക് എന്താ ചെയ്യാം, പാരലായിട്ടോ ബാക്കി എക്സാമിന്റെ കൂടെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് CBT1 കഴിഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പാരലായിട്ട് നമുക്ക് പോവാം. എനിവേ നമ്മുടെ ഈ CBT1 ഈസ് ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീക്കിലി 3 ലൈവ് ക്ലാസ്സുകൾ എന്ന രീതിയിലായിരിക്കും ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോവുക. മാക്സിമം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും എത്ര ഫീസ് കുറച്ച് ചെയ്യാവോ അത്രയും ഫീസ് കുറച്ച് തന്നെ നമ്മൾ ഈ കോഴ്സ് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ PSC എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കോൺഫിഡന്റ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വർക്കൗട്ട്, അതായത് നമ്മൾ ജോലി കയറുന്ന വരെ നമ്മുടെ വർക്കൗട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരിട്ട് കാണാം. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണുന്നവരെ തൽക്കാലം ബൈ, ടേക്ക് കെയർ.